ഹലോ ഗൈസ്, ഇന്ന് രാവിലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുട്ടും കടലയും ഉണ്ടാക്കാനാണ്. അപ്പോൾ കടല വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി കുക്കറിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കിഴങ്ങ്, സബോള, പച്ചമുളക് എന്നതിട്ട് വേവിച്ചാണ് ഞാൻ വെക്കാറ്. കിഴങ്ങ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ആമിക്കുട്ടന് കിഴങ്ങ് ഭയങ്കര ഇഷ്ടം. അവൾക്ക് ഇങ്ങനെ സാമ്പാറിനകത്തിടുന്ന കിഴങ്ങ്, അവിയലിനകത്തിടുന്ന കിഴങ്ങ്, അങ്ങനെ എന്തിനേലും കൂടെ ഇടുന്ന കിഴങ്ങാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം പെറുക്കി തിന്നാൻ. അതുകൊണ്ട് തന്നെ കിഴങ്ങ് ഇച്ചിരി ഏറെ ഇടും. പിന്നെ അത് കുക്കറിലോട്ട് വെച്ചു. പിന്നെ ഞങ്ങൾ കാപ്പിയിട്ട് കടും കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടി. പിന്നെ അജ്മിയുടെ പുട്ടുപൊടി കൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. നല്ല സൂപ്പർ പൊടിയാണ്. അതാദ്യം ചൂടുവെള്ളത്തിൽ നനച്ചിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എന്നൊന്ന് തേങ്ങ പൊതിച്ചേക്കാമെന്ന് വെച്ചു. പുതിയ തേങ്ങയിൽ ഉണ്ടാക്കുമ്പോഴാണല്ലോ പുട്ടിന് സ്വാദ് കൂടും. അതുകൊണ്ട് പുതിയ തേങ്ങയൊക്കെ പൊതിച്ച് ചിരണ്ടി പുട്ട് അടുപ്പത്തോട്ടങ്ങ് വെച്ചു. അത് കഴിഞ്ഞ് കടലക്കറി നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അത്യാവശ്യം നല്ല കുറുകിയ ചാറ് കൂടിയ കടലക്കറിയൊക്കെയാണ്. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം നല്ലതാണ്. അങ്ങനെ കടലക്കറി റെഡിയായി. പിന്നെ പണിയോട് പണിയാണ്. പാത്രമെല്ലാം ഒരു പണി ചെയ്യാൻ കയറുമ്പോൾ ഞാൻ അങ്ങനെയാണ്, എല്ലാം നിരത്തി അങ്ങോട്ടിടും. മൊത്തം കുളമായിട്ടിരിക്കുക. പിന്നെ അതെല്ലാം വൃത്തിയാക്കി, തച്ചിനുള്ളൊരു പണിയായിരുന്നു. അതെല്ലാം വൃത്തിയാക്കി, അടുക്കളയെല്ലാം വൃത്തിയാക്കി. പിന്നെ ഹാളെല്ലാം കുളമാക്കിയിട്ട് ആമിക്കുട്ടൻ്റെ പരിപാടി ഇതൊക്കെ. ആമിക്കുട്ടൻ സ്കൂളിലല്ലോ, അതിൻ്റെ പരിപാടി ഇതൊക്കെ. ഹാളെല്ലാം വൃത്തികേടാണ്. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഈ ഒരു കാർട്ടൂൺ, ഈ കുഞ്ഞാമിനത്താന്ന് പറഞ്ഞൊരു കാർട്ടൂണാണ്. എന്നും ഈ കാർട്ടൂൺ തന്നെയാണ് നമ്മുടെ വീട്ടിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആളും വൃത്തിയാക്കി. അടുത്തത് നിരത്താൻ വേണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ബോക്സും കാര്യങ്ങളും. പിന്നെ മുറിയെല്ലാം എണ്ണീറ്റ് പോയ പാടെയാണ്. പിന്നെ അതെല്ലാം ബെഡെല്ലാം വിരിച്ചിട്ടു, പുതപ്പെല്ലാം മടക്കി വെച്ചു. ഇത് ഞങ്ങളുടെ ഒരു പട്ടിക്കുട്ടനാണ്. അവൾ പെൺപട്ടിക്കുഞ്ഞാട്ടോ. അവൾ അങ്ങനെ അളക്കുന്നതാണ്. പിന്നെ ഇത് ആമിക്കുട്ടിക്ക് ഫുഡ് കൊടുത്ത്, പുട്ടും കടലക്കറിയും പിന്നെ ഇച്ചിരി പഞ്ചസാരയും വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ തിന്നുകൊണ്ടിരിക്കുവാണ്. കൊള്ളാമെന്നൊക്കെ പറഞ്ഞാലും തിന്നത്തില്ല. പിന്നെ അടുത്തതിന് ഞാനും കഴിക്കട്ടെ. അത്രയേ ഉള്ളൂ. ബൈ.